ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് CSS ഇമ്പോർട്ടൻ്റ് എന്നൊരു ടാഗിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷനെ കുറിച്ചാണ്. ഇത് നമ്മൾ വെബ് പേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സിമ്പൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മൾ CSSൽ ഉപയോഗിക്കുന്ന ഒരു ടാഗ് അല്ല. നമുക്ക് ചില ആവശ്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രത്യേക ടാഗാണ് ഇത്. ഓക്കെ, കോമൺ ആയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വെബ് പേജിൽ പല പ്രോബ്ലങ്ങളും വരും. ഇതിനെ നമ്മൾ പറയുന്ന പേര്, അതായത് ഈ രൂപത്തിൽ എഴുതുകയാണെങ്കിലും ഇതിനെ നമ്മൾ ഫുൾ ആയിട്ട് പറയുന്നത് ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. പ്രത്യേകം പറയുന്നു, ഇത് നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഹെഡിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. H1 എന്നിട്ടതിന് ശേഷം ആദ്യത്തെ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ വെൽക്കം ടു എന്താണോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ താഴെ നമുക്ക് മറ്റൊരു വേർഡ് കൂടി ചേർത്ത് കൊടുക്കാം. H1 2 വേർഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഒന്നാമത്തേൽ വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്നും അതേപോലെ തന്നെ രണ്ടാമത്തെ H1 രണ്ടും H1 ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് എങ്ങനെ CSS ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. അപ്പോൾ CSS ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയാം, സ്റ്റൈൽ എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ H1 എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ ഇതിന് നമ്മൾ കളർ ചേർത്ത് കൊടുക്കുന്നു. ഒരു കളർ നമ്മളിതിന് ചേർത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് എന്ത് കളറാണോ വേണ്ടത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് കളർ വൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തൊരു ടാഗ് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്നതിന് കളർ ഈ നേരത്തെ നമ്മൾ H1 കൊടുത്ത അതേ രൂപത്തിൽ തന്നെ അടുത്തതിനും നമ്മൾ H1 എന്ന് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ വന്ന് കളർ എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിനെന്താണോ കളർ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊക്കെ ഇതിന് കളർ ബ്ലൂ എന്ന് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ രൂപത്തിൽ ഇട്ടതിന് ശേഷം ഇമ്പോർട്ടൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് നമ്മളിതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബോഡി, ഇത് നമുക്കൊരു ബോഡി കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് ബോഡിക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിലേക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ബോഡി എന്ന് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബോഡി എന്നുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് ബോഡിക്ക് എന്തൊക്കെയാണ് ബോഡിക്കായിട്ട് CSS വേണ്ടത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ബോഡി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഇഷ്ടമുള്ള ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ലൈറ്റ് ബ്ലൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എല്ലാം നമുക്ക് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്താണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലധികം കോഡൊന്നും ചേർത്ത് കൊടുത്തില്ല, വളരെ കുറച്ച് കോഡ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഈ രൂപത്തിലാണ് നമുക്കിതിലേക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പം നമ്മളിതിൽ എന്തൊക്കെയാണോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഓരോന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് 2 H1 ആണ് കൊടുത്തിട്ടുള്ളത്. ആ 2 H1 ആണ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഒന്നാമത്തേതിൻ്റെ കളർ H1 നമ്മൾ വൈറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തെ കളർ നമ്മൾ ബ്ലൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇതിനെ ആ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കളർ ഏതിനാണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ബ്ലൂക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കളറാണ് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബോഡി
ഇത്രയും ഭാഗമാണ് ഇതിന്റെ ബോഡി വരുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഇവിടെ വന്ന് ഇമ്പോർട്ടന്റ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ ആയി വരുന്നത്. ടെക്സ്റ്റ് അലൈൻ സെന്റർ, ഇതിന്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത എല്ലാ ടെക്സ്റ്റുകളും സെന്ററിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെന്റർ എന്ന് ചേർത്ത് കൊടുത്തത്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ, നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ലൈറ്റ് ബ്ലൂവിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ചേർത്ത് കൊടുത്തത് കൊണ്ട് അതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇപ്പൊ ലൈറ്റ് ബ്ലൂ എന്നതിന് ഇമ്പോർട്ടന്റ് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഈ രണ്ടാമത് യെല്ലോക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ, അതായത് യെല്ലോ എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിനായിരിക്കും നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഏതിനാണോ നമ്മൾ ഇമ്പോർട്ടന്റ് ചേർത്ത് കൊടുത്തത് അതിനായിരിക്കും മറ്റു CSS ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വാല്യൂവിനേക്കാൾ ഇമ്പോർട്ടന്റ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഏതിനാണോ ഇമ്പോർട്ടന്റ് ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഒന്നും കൂടി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അപ്പം ഞാനിത് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം മുതൽ ഒന്ന് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ബോഡി എന്ന ടാഗ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് സ്റ്റൈൽ എന്തൊക്കെയാണോ വേണ്ടത് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു H1 അതേപോലെ തന്നെ ഒരു H2 ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒന്നാമത്തേൽ വെൽക്കം എന്ന് H1 ചേർത്ത് കൊടുത്തു. അതേപോലെ H2 നമുക്ക് ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്താണോ ടെക്സ്റ്റ് നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണോ എങ്ങനെ നമുക്ക് ഇതിലേക്ക് CSS ചേർത്ത് കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൈലിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ബോഡി എന്നതിനാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബോഡി എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോഡീൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് അലൈൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ടെക്സ്റ്റ് അലൈൻ സെന്ററിലേക്ക് ആക്കി കൊടുത്തു. അതായത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെന്ററിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെന്റർ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ഹെഡിങ് 1 നമുക്ക് CSS ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ബോർഡർ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ കളർ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് നമുക്കൊരു കളർ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് കളർ റെഡ് ആണ് ചേർത്ത് കൊടുത്തത്. അതേ രൂപത്തിൽ തന്നെ ഇത് ഇമ്പോർട്ടൻറ്റും ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ബോർഡർ ഏത് രൂപത്തിൽ വരണം എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബോർഡറിന്റെ തിക്നെസ് 5 പിക്സൽ നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ ഇതിന് കളർ വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രീൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഏത് ടൈപ്പാണോ വേണ്ടത് അത് നമ്മൾ സോളിഡ് എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ ബോർഡർ കളർ നമ്മൾ വീണ്ടും വേറൊരു കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ബോർഡർ കളർ നമ്മൾ ഇവിടെ വന്ന് ബ്ലാക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചോയ്സ് ആണ്, നമുക്ക് എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ H1 ചേർത്ത് കൊടുത്തതാണ്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് H2 എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ H2 എന്ന് ചേർത്തു. ആദ്യം തന്നെ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ടെക്സ്റ്റിനായിട്ട് കളർ ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ വന്ന് കളർ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് കളർ നമ്മളിവിടെ വന്ന് ഗ്രീൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ ഇത് ഇമ്പോർട്ടൻറ്റും ആക്കി മാറ്റുന്നതാണ്. അതായത് H2 കളർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇതിന് വീണ്ടും നമ്മൾ മറ്റൊരു കളർ കൂടി ചേർത്ത് കൊടുക്കുന്നു. അത് നമ്മളിവിടെ വന്ന് റെഡ് എന്നും ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇതിന് ഒരു ബോർഡർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബോർഡർ കളർ എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് ഇതിന്റെ കളർ ഏതാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വയലറ്റ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ ഇമ്പോർട്ടൻറ്റും ആക്കി മാറ്റുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു ബോർഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ എന്ന് ചേർത്തു. ഇത് എത്ര പിക്സൽ വേണമെന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. 5 പിക്സൽ കൊടുത്തു. ഇതിന് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഏത് കളർ വേണം എന്നും നമ്മൾ ചേർത്ത് കൊടുത്തു. അത് ഏത് ലൈനാണോ നമുക്ക് വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണോ വരുന്നത് ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ ബോഡി എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ്
സെന്ററിലേക്കായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ബോഡി എന്ന ഭാഗത്ത് ടെക്സ്റ്റ് അലൈൻ സെന്റർ എന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് നമുക്ക് സെന്ററിലായിട്ടാണ് വരുന്നത്. അടുത്തതായി നമ്മളിവിടെ H1 ഉള്ളിൽ വെൽക്കം എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിന്റെ ബോർഡർ കളർ നമ്മൾ റെഡ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബോർഡർ റെഡിനാണ് നമ്മളിവിടെ പ്രിയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോർഡർ കളർ നമുക്ക് അതേപോലെ ബോർഡറിന്റെ തിക്നെസ് നമ്മൾ 5 പിക്സൽ ഗ്രീൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അതേപോലെ ലൈനുകൾ നമുക്കിവിടെ സോളിഡ് ആയിട്ട് വരുന്നത് സോളിഡ് ഇത് കോമൺ ആയിട്ട് നമ്മളിവിടെ ടാഗ് അല്ല. നമുക്ക് ചില ആവശ്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രത്യേക ടാഗ് ആണ് ഇത്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യം കളറില്ല. ഗ്രീന് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വെബ് പേജിൽ പല പ്രോബ്ലങ്ങളും വരും. ഇതിനെ നമ്മൾ പറയുന്ന പേര്, അതായത് ഈ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇതിനെ നമ്മൾ റെഡ് ആയിട്ട് പറയുന്നത്, എന്നാൽ റെഡ് വരുന്നില്ല കാരണം ഗ്രീൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ബോർഡർ കളർ നമ്മൾ പ്രത്യേകം പറയുന്നു. ഇത് നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചേർത്ത്. അതേപോലെ വീണ്ടും സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു വെബ് കളർ ചേർക്കുകയാണ്. HTML സോളിഡ് കൊടുത്തു. എന്നാലും നമുക്ക് ഇവിടെ അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റൈൽ എന്ന് ചേർത്ത് നമ്മൾ വയലറ്റിനാണ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ 2 ഹെഡിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വയലറ്റ് കളറിലായിട്ട് ആ ഭാഗത്തെ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ഗണ്ണ കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു എന്താണോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇതിന്റെ താഴെ നമുക്ക് മറ്റൊരു വേർഡ് കൂടി ചേർത്ത് കൊടുക്കാൻ H1 2 വേർഡ് നമ്മളിവിടെ ചേർത്ത്.